ഇന്നലെ ഇറങ്ങിപ്പോയായിരുന്നു. ഇന്ന് വീണ്ടും മലങ്കരയൊക്കെ തുറന്നുകൊണ്ടായിരിക്കും ഇപ്പം നിലവിലത് ഇപ്പോൾ വെള്ളം കയറി വന്നിരിക്കുന്നത്. KSEB എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കുന്നത്? മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളം കയറി വന്നാൽ വീട്ടിലേക്ക് കയറണം ഇതുണ്ടെങ്കിൽ നമ്മളത് ഓഫ് ചെയ്ത് വെക്കും. അപകടം ഒഴിവാക്കണമല്ലോ. അല്ലെങ്കിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി എന്തെങ്കിലും പാസ് ചെയ്ത് പ്രശ്നങ്ങളും ഷോക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. വീട്ടിലെ വയറിങ്ങിൻ്റെ ഇതിൻ്റെ അകത്തൂടെ ഇതിലേക്കും വരാമല്ലോ. ഓഫ് ചെയ്ത് വയ്ക്കുന്ന അത്ര സുരക്ഷ വേറെ ഒന്നുമില്ല. ഈ മരങ്ങളൊക്കെ വീഴുന്നുണ്ടോ? മരങ്ങൾ വീഴുന്നുണ്ട്. ഇന്ന് പലയിടത്തും ഇലാഹിയ അവിടെ മരങ്ങളൊക്കെ വീഴുന്നുണ്ട്. അവിടെ വെട്ടിമാരാനായിട്ട് പോയിട്ടുണ്ട്. മരങ്ങളും പരന്ന് വീഴുന്നു. ആനച്ചാൽ റോഡിലെന്ന് പറഞ്ഞാൽ അവിടെ പോയി മരം വീണുണ്ട്. അവിടെ ഇപ്പോൾ വെട്ടി കഴിഞ്ഞ് അത് മാറ്റി എടുത്തിട്ടുണ്ട്. രാപകലില്ലാതെ പണിയെടുക്കുകയാണ്. പിന്നെ നമുക്ക് 24 മണിക്കൂർ ഇതാണല്ലോ. 24 മണിക്കൂർ അത്യാവശ്യ കാര്യങ്ങൾ മാറി എല്ലാം ഞാനില്ലെങ്കിൽ വേറൊരാൾ അങ്ങനെ മാറി വരും. ജനങ്ങളുടെ ജീവനാണ് വലുതല്ല. ജീവനാണ് വലുത്. സുരക്ഷ ആണ്. നമ്മളവരെ എപ്പോഴും മുൻഗണനയിൽ നിർത്തും. വെള്ളം പൊങ്ങുന്ന സ്ഥലത്തുള്ള ആളുകളോട് എന്താ പറയാനുള്ളത്? വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഈ നിലവിലെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്നുള്ളൊരു അപകടം ഒഴിവാക്കുക. നമ്മളത് സുരക്ഷമായിട്ട് നമ്മൾ നോക്കി അവിടെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ ആ വെള്ളം കയറുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പോഴേ നിങ്ങളെ വിളിച്ചറിയിക്കല്ല, നമ്മൾ സ്ഥലത്ത് ചെന്ന് നോക്കും. അവർ വിളിച്ചില്ലേ, അവർ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ അവർ പോവും. എന്നിട്ട് എപ്പോഴെങ്കിലും വരും. അന്നേരം നമ്മളെ ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് അതിൻ്റേതായ ഒരു ചെയ്ത് വയ്ക്കും. ഇങ്ങനെ ഓഫ് ചെയ്ത് സുരക്ഷിതമാക്കും. അതാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇറങ്ങിപ്പോയായിരുന്നു. ഇന്നലെ കണക്ഷൻ കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. പിന്നെ ഇന്ന് രാവിലെ പെയ്തപ്പോൾ വെള്ളം വീണ്ടും കയറി. അത് വെള്ളം ഇറങ്ങുന്നതനുസരിച്ചിട്ട് നമ്മൾ സപ്ലൈ ഓൺ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ, വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്തു കൊടുക്കും.